മതം ഇവിടെ വരുന്നതേ ഇല്ല. അപ്പൊ മതം എന്നുണ്ടായാലും ആ ഉണ്ടായതിനു ശേഷം ഇന്നുണ്ടാകുന്ന മതത്തിന്റെ പേരിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നടക്കുന്ന ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരെല്ലാവരും സനാതന ധർമ്മികളാകുക എന്നുള്ളതാണ് ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിന്റെ, നമ്മുടെ എല്ലാ സംരക്ഷണത്തിന്റെ, നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിയുടെ ലക്ഷ്യം, പുരോഗതിയുടെ ആവശ്യകത അല്ലേ? അപ്പൊ സനാതന ധർമ്മം, പൂജ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ഈ പഞ്ചമുഖനായിരിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ ദ്രവ്യത്തിൻ്റെ മുഖങ്ങളെ, ദിവ്യമായിരിക്കുന്ന ജീവനെ ജനിപ്പിക്കുന്ന മുഖങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവക്ഷേത്രം എന്ന് മനസ്സിലാവുന്നത്. അതായത് ശൈവശക്തിയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മണ്ണിനെ സൃഷ്ടിച്ചുകൊണ്ട്, പരിശുദ്ധമായിരിക്കുന്ന മണ്ണിനെ സൃഷ്ടിച്ചുകൊണ്ട് നല്ല തീർത്ഥത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം. നല്ല വായുവിനെ ജനിപ്പിക്കുന്ന, ഗന്ധഗുണമുള്ള വായുവിനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഗന്ധഗുണം പോലും ആരുടേതാണ്? ശിവൻ്റേതാണ്. ഈ വൈഷ്ണവം നമുക്ക് വെച്ച് നീട്ടുന്ന ഗന്ധഗുണം ശിവൻ്റേതാണ്. ശിവദേഹം തന്നെയാകുന്നു വൈഷ്ണവ. അല്ല, ശിവനിലാണല്ലോ നിൽക്കുന്നത്. ത്രിലോകം തന്നെ ശിവനിലാണ്. ത്രിമൂർത്തികളും ശിവന്റെ ദേഹം. അല്ല, അവിടെ വേറെ ഈ വൈഷ്ണവം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ശിവൻ മാത്രം പോരല്ലോ. ശിവത്വം വരണമെങ്കിൽ ജലം വേണ്ടേ, പാർവതി വേണ്ടേ? പാർവതി ഇല്ലാത്തടത്ത് വൈഷ്ണവം ഉണ്ടാവില്ലല്ലോ. ഇല്ല. അപ്പോൾ മണ്ണും ജലവും ചേരുമ്പോഴാണ് മഹാദേഹത്തിന് കാരണമായിരിക്കുന്നത് ജീവന്റെ ഉൽപ്പത്തി, ജീവൻ ഉണ്ടാവുന്നത്. ആ പാർവതി വിചാരിച്ചാൽ മാത്രമാണ് വൈഷ്ണവൻ ശിവന്റെ മാറിൽ നിൽക്കുള്ളൂ. അതാണ് ശിവന്റെ വസ്ത്രം. പാർവതിയാണ് ഈ നാണമില്ലാത്ത, വസ്ത്രമില്ലാത്ത ഈ ഭൂമിയെ പച്ചപ്പായിട്ട് വസ്ത്രമുടിപ്പിച്ച് വളരെ മനോഹരനായിട്ടുള്ള ആ നാമമില്ലാത്തവനെ സർവനാമമുള്ളവനാക്കുന്നത്. എത്ര രസകരമായിട്ട് ആ നമ പാർവതിയാകുന്നു. സർവനാമങ്ങൾക്കും കാരണമായിരിക്കുന്ന ആ നമ പാർവതിയാകുന്നു. അതെ, പർവ്വതത്താൽ വന്നെത്തുന്നവൾ, ജീവനെ പർവ്വതീകരിക്കുന്നവൾ. ഊമയായിരിക്കുന്ന ശിവനെ ഓമെന്ന് പറയുന്നവൾ ഉമ. ആ ഉമയാണ് നമ്മൾ എന്നുള്ള വസ്തുവും കൂടി അറിയണം. നമ്മൾ ഊമയാവാതെ, നമ്മൾ ഊഹാപോഹങ്ങൾ പറയാതെ, നമ്മൾ അറിവിനെ പറയുകയും അറിവിനെ പകരുകയും ചെയ്യുക. ഞാനീ പറയുന്നതിൽ അല്ലെങ്കിൽ മോഹൻജി പറയുന്നതിൽ എന്തെങ്കിലും അറിവ് കേടുണ്ടെങ്കിൽ അത് നമ്മളുടേത് മാത്രമാണ്. അത് തിരുത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. നമ്മളുടെ ആചാര്യന്മാർ പറയേണ്ടത് അറിവാണ്, അഭിപ്രായങ്ങളല്ല. അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇവിടെ വേണ്ടത്, അറിവാണ്. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കുവാനും മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കുവാനും സർവ്വജനങ്ങളെയും സർവ്വജീവനെയും സംരക്ഷിക്കുവാനും ചുമതലപ്പെട്ട ഒരു പുല്ലിനെ പോലും പറിക്കാതെ സംരക്ഷിക്കുവാൻ, അതിനെ നനയ്ക്കുവാൻ, നട്ടുപരിപാലിക്കുവാൻ ശേഷിയുള്ള ജ്ഞാനിയായിട്ടുള്ള, ജീവലോകത്തിന് വേണ്ടിയിട്ട് ഈ യുഗ്മസഞ്ചാരം സുഗമമാക്കി സാധ്യമാക്കുന്ന ആ ധർമ്മ വ്യവസ്ഥയെ അറിയുന്ന ആരോ അവൻ എല്ലാം ഹൈന്ദവനാണ്, സനാതനധർമ്മിയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ അങ്ങ് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ഉണ്ടെന്ന് ധരിച്ചിട്ട് ഈ ലോകത്തെ നയിക്കുന്ന ആചാര്യ നേതൃത്വം ഉണ്ടല്ലോ, നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ആചാര്യന്മാർ, അവര് ഒരിക്കലും അവരെ തിരുത്തപ്പെടാൻ പറ്റാത്തതുപോലെ അജ്ഞതയുടെ കൂമ്പാരമായതിന്റെ മേളിൽ കയറി നിന്നുകൊണ്ട് അവര് സനാതന ധർമ്മത്തിന് എതിരായിട്ടാണല്ലോ പറയുന്നത്. ഇപ്പോൾ സനാതന ധർമ്മമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയുകയും ഈ സനാതനധർമ്മം മനസ്സിലാക്കാതെ ഉള്ള ഭാഷ്യങ്ങൾ വരികയും, അത് ക്ഷേത്രത്തിൽ പോകുമ്പം ഷട്ടൂരണ്ട, ഏത് മത്സ്യവും മാംസവും കഴിക്കാം, ഇങ്ങനെ അതുകൊണ്ട് പൂജ നടത്താം, അതെ അഹിംസ ചെയ്യാം, അഹിംസ എന്നത് ചെയ്യട്ടെ, നമുക്ക് പണം ഉണ്ടായാൽ മതി, നിങ്ങൾ ഹിംസിച്ചിട്ട് പന്നിയെയോ അല്ലെങ്കിൽ ആടിനെയോ മത്സ്യത്തെയോ ഒക്കെ വെട്ടി നുറുക്കി കൊടുത്ത് കാശുണ്ടാക്കൂ എന്ന് പറയുന്ന മഹാ ആചാര്യന്മാരുള്ള നാടായത് കേരളം. ഞാനും കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ അങ്ങനെ പറഞ്ഞെങ്കിൽ? അവരെ ആര് തിരുത്താൻ പറ്റും? ഒരിക്കലുമല്ല. അവരങ്ങനെ പറയുന്നതുകൊണ്ട് ഇവിടെ എത്രയോ ആളുകളാണ് സനാതന മാർഗം ഉപേക്ഷിച്ചിട്ട് അഹിംസയുടെ പാത സ്വീകരിച്ചിട്ട് ഇവിടെ അജ്ഞതയിലേക്ക്, അന്ധതയിലേക്ക് മുങ്ങിപ്പോകുന്നത്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ജീവിയെ ഏത് കണ്ണുകൊണ്ട് കാണുന്നു, ഒരു മനുഷ്യനെ ഏത് കണ്ണുകൊണ്ട് കാണുന്നു, അത് നമ്മൾ അറപ്പോടെ വെറുപ്പോടെ കൊല്ലേണ്ടതാണ്, ഇത് ഹിംസിക്കേണ്ടതാണ്, ഇത് ബലിമൃഗമാണെന്നൊക്കെ പറയുന്നത് നമ്മളുടെ അജ്ഞത കൊണ്ടാണ്. നമ്മളുടെ അജ്ഞത. ആചാര്യന്മാർ പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. ആചാര്യന്മാരെ നമുക്ക് തിരുത്താം. അങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആചാര്യന്മാരെല്ലാം കുടം കമഴ്ത്തി, അറിവെല്ലാം ശേഖരിച്ചിട്ട് കുടം കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വെള്ളം ഉണ്ടെന്നുള്ളത് ധാരണ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ശ്രീരാമന്റെ കാലഘട്ടത്തിൽ
ശ്രീരാമൻ അവതാരം എടുക്കേണ്ടി വന്നതും പരശുരാമനെ പോലുള്ള ആളുകളെ അന്നത്തെ അജ്ഞത കൊണ്ട് അന്ധത കൊണ്ട് മുന്തി നിന്ന ആചാര്യന്മാരെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തിരുത്തിയ വേദമാണ്, അറിവാണ് ശ്രീരാമ സിദ്ധാന്തം അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലൂടെ നമ്മളുടെ ആചാര്യന്മാരാണ് പറയുന്നത് വേണ്ടുവോളം മാംസം കഴിക്കൂ, മീൻ കച്ചവടം ചെയ്യൂ, ഹിംസിക്കൂ, അറവുശാലകൾ ഉയരട്ടെ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ചെയ്തോ, ഒരു കുഴപ്പമില്ല. മാംസം കഴിച്ചോട്ടെ, ബലി നടത്തിക്കോട്ടെ, എങ്ങനെ വേണേലും കൊന്നു തള്ളിക്കോട്ടെ, മത്സ്യങ്ങളെ ഉന്മൂലനം ചെയ്തോട്ടെ. പക്ഷെ ഇതെല്ലാം സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് എന്നുള്ള അബദ്ധം പറയരുത്. ആ ഒരൊറ്റ അപേക്ഷയുള്ളൂ. ആരും ചെയ്യുന്ന എല്ലാ തൊഴിലും ഒരുപോലെയാണെന്ന് പറയുന്നത്. അറവുശാലയിൽ നിൽക്കുന്നവനും അറിവുശാലയിൽ നിൽക്കുന്നവനും ഒരേ തൊഴിലാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കരുത്. അത് അധർമ്മമാണ്. അറവുശാലയിലുള്ളവൻ അറിവുണ്ടെങ്കിൽ അഹിംസ ചെയ്യുന്നവർ മാത്രമല്ല അധർമ്മികള്, ഈ അധർമ്മം പറഞ്ഞു പഠിപ്പിക്കുന്നവരും അഹിംസയാണ് ചെയ്യുന്നത് ഒരു വസ്തുവിടെ അല്ലേ? നമ്മള് അറവുശാലയിൽ നിൽക്കുന്നവനും ആ തൊഴിലാണ് ചെയ്യുന്നത്, അറിവുശാലയിൽ നിൽക്കുന്നവനും പഠിപ്പിക്കുന്നവനും ചെയ്യുന്നത് തൊഴിലാണെന്ന് പറയുന്ന അബദ്ധം സനാതനധർമ്മികളുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം സനാതനധർമ്മം എന്ന് പറഞ്ഞ് നടക്കുന്നവരാരും ഇത്തരത്തിൽ നമ്മളുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ പാടില്ല. എന്തും കഴിക്കാൻ പറ്റുന്നവരല്ല സനാതനധർമ്മത്തെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരെക്കാൾ അധമന്മാരായിട്ട് നമ്മൾ കാണേണ്ടി വരും നമ്മുടെ ഈ ആചാര്യന്മാർ. അല്ല, ഈ ആചാര്യന്മാരുടെ വാക്ക് കേട്ട ഈ സനാതനധർമ്മം ഇവിടെ നിർത്തണമെന്ന് നമ്മളും പറഞ്ഞു പോകും. ക്ഷമിക്കണം കേട്ടോ, അങ്ങേപ്പോലുള്ള ആചാര്യനോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ, ഇങ്ങനെ സംശയം ചോദിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. അതായത് ഇവരുടെ സനാതനധർമ്മം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും. അപ്പൊ നമുക്ക് അടുത്തുള്ള സംസ്ഥാനത്തില് വലിയ നേതാക്കന്മാർ പറഞ്ഞതാണ് സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യല്ലോ. ഈ ആചാര്യന്മാർ ഇതിലേ പറയുന്നേ. ആചാര്യ ഭാഷണം അവരൊന്നുകൂടി എടുത്തു എന്നല്ലേ ഉള്ളൂ. ആചാരങ്ങളെ ചിട്ടപ്പെടുത്തുവാനും അതിനെന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് ശാസ്ത്ര രീതിയെ ചിന്തിച്ച്, നമ്മുടെ വിഗ്രഹങ്ങളെല്ലാം ശാസ്ത്രത്തിലെ പ്രതിഷ്ഠിതമായിരിക്കുന്ന, മതത്തിലല്ല, അഭിപ്രായത്തിലല്ല, അറിവിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും സർവ്വതിനെയും, ഞാൻ പറഞ്ഞ അക്ഷരങ്ങളെ, ഏറ്റവും ചെറിയ വിഗ്രഹങ്ങളാണ് അക്ഷരങ്ങൾ, ആ വിഗ്രഹങ്ങളായിരിക്കുന്ന അക്ഷരങ്ങളെ പൂജിക്കാനും, അത് എഴുതുന്ന പേപ്പറിനെ പൂജിക്കാനും, അത് എഴുതുന്ന പേനയെ പൂജിക്കാനും, അത് പഠിപ്പിക്കുന്നവരെ പൂജിക്കാനും, സർവ്വതിനെയും ദൈവമായി കാണാനും, തൂണിലും തുരുമ്പിലും സകല പുൽച്ചെടിയിലും സകല ജീവൻ ലോകത്തിനും ദൈവികതയെ കണ്ട് ആ ജൈവസമ്പത്തിനെ മുഴുവൻ ദൈവസമ്പത്തായി കാണുന്ന 30 കോടി ചരാചരങ്ങളെയും ജൈവസമ്പത്തിനെ ആ ദൈവസമ്പത്തായി കാണുന്ന മഹാദർശനമുള്ള നാട്ടിലെ ഒന്നിനെയും ഹിംസിക്കുവാനോ ഹിംസിച്ച് ഭക്ഷിക്കുവാനോ ആഹാരം കൊണ്ടോ ആചാരം കൊണ്ടോ ഒരു രീതിയിലും ഒരു ജീവിക്ക് പോലും വേദന ഉണ്ടാക്കുവാനോ നിൽക്കുവാനോ അതിനെ അനുകൂലിക്കുവാനോ പാടില്ല. അങ്ങനെ അതാണ് സനാതനധർമ്മം. വളരെ ബുദ്ധിമുട്ടാണ്. ചെയ്യുന്നതും ചെയ്യാൻ ആഹ്വാനം കൊടുക്കുന്നതും ഒരേപോലെ പാതകമാണ്. അതെ, അവിടെയാണ് പറയുന്നത് സനാതനധർമ്മം വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും സനാതനധർമ്മികളാവണമെന്നില്ല. കാരണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ സനാതനധർമ്മം ഉപദേശിക്കുന്ന ആളാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ അത് ചെയ്യാൻ പാടില്ല. സനാതനധർമ്മം ഇന്നതാണെന്ന് അടിച്ചേൽപ്പിക്കരുത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല സനാതനധർമ്മം. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് തികച്ചും ശാസ്ത്രചിന്തയാണ്, ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രചിന്തയാണ്, വെറുതെ ഒരു ചിന്തയല്ല, ഒരു കാലത്ത് മാറ്റമില്ലാത്തത്. ഹിന്ദു എന്ന ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഹൈന്ദവമായി ചിന്തിക്കുന്ന ആളുകൾ വസിക്കുന്നിടം. അതെ, മതം ഉള്ള ഇടമല്ല, മതത്തിന് അതീതമായ, മതം ഇല്ലാത്ത ഇടം എന്ന് പറയുന്നത്. അതെ, മതത്തിന് പ്രവേശനമില്ലാത്ത ഇടം. ഇവിടെയാണ് ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും സർവ്വമതങ്ങളും വന്നിട്ട് ഈ മണ്ണില് പേര് പിടിക്കാത്ത. മതമെന്നാൽ അഭിപ്രായം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ വേദം ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അഭിപ്രായം ശരിയാണ്? വേദമിരിക്കുമ്പോൾ, അറിവിരിക്കുമ്പോൾ അഭിപ്രായം ഉണ്ടോ? അപ്പോൾ ആ അത്രയും വലിയ അറിവിനെ പകർന്നിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ആ ത്രേത സിദ്ധാന്തത്തെ മനസ്സിലാക്കാതെ നമ്മൾ പറയുകയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്തും കഴിക്കാം, എന്തിനേയും കൊല്ലാം, എന്ത് അധർമ്മവും ചെയ്യാം. ഏറ്റവും വലിയ ഒരു വസ്തുത, സങ്കടം വരുന്ന വസ്തുത